നമ്മൾ ഇത്ര വർഷമായിട്ടും യങ്ങായിട്ടിരിക്കുകയാണ്. അതെ അതെ അതെ. നമ്മുടെ കൂടെ പഠിച്ച ഇവൻ എങ്ങനെ കേളവനായത് ഇങ്ങനെ? അയ്യോ, അത് നമ്മുടെ കൂടെ പഠിച്ചതല്ല, പിന്നെ നമ്മളെ പഠിപ്പിച്ച മാഷാണ് ശർമ്മ. ആ ഷവർമ്മ മാഷേ. ഷവർമ്മയല്ല, ശർമ്മ. ശർമ്മ. ഞാനൊക്കെ ഒന്നുകൂടെ വാ. എന്താ മാഷേ? ഞാനേ പ്രായത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് ഇരുന്നേക്കാം. ശരി മാഷേ. പിടിക്കണോ? ഇല്ല, എന്തായാലും ഞാൻ പഠിപ്പിച്ച എന്റെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ ഇത്രയും പേരെത്തിയുള്ളൂ. ഞാൻ ഒരുപാട് പേരെത്തുമെന്ന് കരുതി. പലർക്കും വരാനും മറ്റുള്ളവരെ കാണാനൊക്കെ ഒരു ചമ്മലുണ്ടാവും, പിന്നെ ജോലി സംബന്ധമായ തിരക്കുകളൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങളുടെ കൂട്ടായ്മയില് നിങ്ങളുടെ പഴയ മാഷിന് എന്നെ ഓർത്തല്ലോ, അതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ എന്നോടൊപ്പം ജോലി ചെയ്ത് റിട്ടയർഡായി നിങ്ങളെ പഠിപ്പിച്ച ഒരു മാഷാണ് ആയിരിക്കുന്നത്, നോബി മാഷ്. പിന്നെ പുള്ളി തലയിലും താടിയിലൊക്കെ കരിയടിച്ചിരിക്കണ ഇപ്പല്ല കാണുന്നത്. അല്ല, ഈ നോബി മാഷ് എന്താ ഇങ്ങോട്ട് വരാത്തത്? കണ്ണ് കണ്ടുകൂടാ, ചെവിയും കേട്ടുകൂടാ, പിന്നെ എന്നിട്ട് നടക്കാനും വയ്യ, അതുകൊണ്ടാ എറു പിടിച്ചിരിക്കണത്. അവിടെ ഇരുന്നോട്ടെ, ബുദ്ധിമുട്ടിക്കണ്ട. അപ്പൊ നിങ്ങളെയൊക്കെ വർഷങ്ങളെത്തി കാണുകയാണ്, ഒരുപാട് മാറ്റം ഉണ്ട് എല്ലാവർക്കും. അപ്പൊ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് പരസ്പരം അറിയാൻ പറ്റായിരിക്കും, എനിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം. ആയിക്കോട്ടെ മാഷേ. നമ്മള് പേര് പറ. ഞാന് ശ്രീധരൻ മാഷേ. ശ്രീധരൻ. ശ്രീധരൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ലല്ലോ. വട്ടപ്പേരെന്തെങ്കിലും ഉണ്ടേ പറ. കള്ളൻ ശ്രീധരൻ. മുട്ടക്കള്ള ശ്രീധര. കുട്ടികളുടെ പാത്രത്തിൽ നിന്ന് മുട്ട കട്ട് നീറ്റിയായിരുന്നു ഇവന്റെ സ്ഥിരം പരിപാടി. അത് ഞാനൊക്കെ കൈയോടെ പിടിച്ച്. മാഷാണ് കള്ളനാക്കിയത്. ഞാനാ? എങ്ങനെ? അത് കുട്ടികളുടെ പാത്രത്തിൽ നിന്ന് മുട്ട പോണെന്ന് പരാതി വന്നില്ലേ? മാഷ് വന്ന് ക്ലാസ്സിൽ ചോദിച്ചു, മുട്ട കിട്ടിയതാരാന്ന്. എനിക്കാണ് ഇംഗ്ലീഷിലാണ് വട്ടപൂജ. അപ്പൊ ഞാൻ പറഞ്ഞു മുട്ട ഞാൻ എടുത്തെന്ന് പറഞ്ഞു. അപ്പൊ പിള്ളേർ എന്നെ ചൂണ്ടിക്കാണിച്ച് എന്നെ കള്ളനായി. അതൊക്കെ അന്നത്തെ കുട്ടികളുടെ പല വികൃതികള്, കുസൃതികള്, അതൊക്കെ വിട്ടുകളാ. അതെ, നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ കള്ളൻ തന്നെയാണ്. സാരില്ല. അല്ലടാ, നിന്റെ ഈ നെറ്റീനെ ചന്ദനക്കുറി, അതിലും ഞാൻ ഒരു കള്ളത്തരം കാണിച്ചു. ഇന്ന് പൈപ്പിൽ വെള്ളം ഉണ്ടായില്ല, കുളിക്കാൻ പറ്റില്ല. ഇത് തൊട്ടാ കുളിച്ചെന്ന് വിചാരിക്കുമല്ലോ. കള്ളനാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ കരുതിയത് ഇവൻ ഒരു ശാസ്ത്രജ്ഞനാവുമെന്നാണ്. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? ചെറുപ്പത്തിൽ ഇവൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ ആളല്ലേ. അല്ല, ശ്രീധരൻ എന്ത് കണ്ടുപിടുത്താ നടത്തിയത്? ഇവൻ കണ്ടുപിടിച്ചാൽ എനിക്ക് ഒരിക്കലും മറക്കാനാത്തോ കണ്ടുപിടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും കഞ്ഞി വെക്കണ സുഭാഷിനെയോട് കഞ്ഞിപ്പരയിൽ ഇരുന്ന് സംസാരിക്കണത് ഇവൻ കണ്ടുപിടിച്ചു. അതങ്ങനെ എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞ് 10 ദിവസം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തായിരുന്നു. അങ്ങനെ ഒരു ഭീകരമായ കണ്ടുപിടുത്തവും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ വീട് പഴയ കുസൃതികൾ. എനിക്കങ്ങട് മാധുരി, നമ്മുടെ മാധുരിക്ക് ഇപ്പോഴും മാറ്റമൊന്നുമില്ലല്ലോ. എന്റെ ഹസ്ബൻഡ് ഇവിടെ വരണമെന്ന് വിചാരിച്ചതാ, പക്ഷെ പുള്ളിക്ക് ബിസിനസ് ആയതുകൊണ്ട് ബിസിനസ് ടൂറിലാ. എന്ത് മാതിരി നെറ്റിക്കൊരു പാട് വന്നപ്പോ ചോദിക്കും. ഞാൻ ശ്രദ്ധിച്ചൊരു പാടുണ്ട്. അത് ഇന്നലെ എന്റെ ഹസ്ബൻഡ് ആയിട്ടൊരു അടിപിടി ചെറുതായിട്ട്. ഹസ്ബൻഡ് ടൂറിലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കരുതിയേ. തെറ്റുകളൊക്കെ ആർക്കും പറ്റാം, അതൊരു ശീലമാക്കരുത് മാധുരി. എന്നെ അറിയോ? തനിക്കറിയില്ലേ, പിന്നെ ഞങ്ങൾക്കൊക്കെ എന്നോട് അറിയണത്. തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം താനാരാ. അതെ, ഞാൻ ജെസി. സ്വന്തം പേര് എക്കോട്ട് പറയുന്ന ആദ്യത്തെ ആളെ ഞാൻ കാണുന്നത്. എക്കോട്ട് പറഞ്ഞതല്ല ശ്രീധരൻ, എന്റെ ഇനീഷ്യലാണ് ജെസി. എന്റെ പേര് ജെസി, അതാണ് ജെസി. അതെ അതെ, മനസ്സിലായില്ലേ? പഴയ തള്ള്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാനിപ്പോ പഴയ പോലെ ഒന്നല്ല, അത്യാവശ്യം സ്റ്റാൻഡേർഡൊക്കെ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഫിലിം ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ഒരു മാറ്റമില്ല. എന്റെ ശരീരത്തിനല്ലേ? അല്ല, തള്ളലിന്.
എടാ, നീ സിനിമാക്കാരനാണാ? അതെ. എനിക്ക് ആ മോഹൻലാലിന്റെ നമ്പർ ഒന്ന് മേടിച്ചു തരണം. എന്തിനാ മാഷ്ക്ക് മോഹൻലാൽ നമ്പർ? അടുത്ത ആഴ്ച പേരക്കുട്ടിയുടെ 28 കെട്ടാണ്. അപ്പൊ മോഹൻലാലിനെ കൊണ്ട് ഒരു ആശംസാ വീഡിയോ പറഞ്ഞിട്ട് ഇടിക്കാനായിട്ട്. അതിനാണല്ലേ? അപ്പൊ അതിലും നല്ലത് ഷാരൂഖ് ഖാന്റെ നമ്പർ ആയാലോ? ഷാരൂഖ് ഖാന്റെ മോഹൻലാലിന്റെ ഇരുന്നോട്ടെ. ഷാരൂഖ് ഖാൻ ഹിന്ദിയില് ആശംസ പറയുമ്പോ മോഹൻലാൽ മലയാളത്തിൽ പറഞ്ഞു അങ്ങനെ രജനീകാന്തും കൂടി തന്നേക്കാം മാഷെ. തമിഴ് ആശംസയും കൂടി ആയി. സന്തോഷം. ഇത്ര ആയിട്ടും ആശംസാ വീഡിയോ എന്തായാലും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പഴയ കാലത്ത് നിങ്ങൾ പഠിക്കുമ്പോ ഇഷ്ടപ്പെട്ട വിഷയം, മാധുരിക്ക് ഇഷ്ടപ്പെട്ട വിഷയം ബയോളജി. ബയോളജി. കൊള്ളാം. ജേസിക്ക് ഇഷ്ടപ്പെട്ട വിഷയം? എനിക്ക് സ്ത്രീ വിഷയം. അങ്ങനെയല്ല, ഈ സ്ത്രീകൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ, അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്തോണ്ട് ആ വിഷയമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എടാ, അത് പറഞ്ഞപ്പോൾ ഓർത്തത്, ഏതോ ഒരു നടി ബാത്റൂമിക്ക് പോയപ്പോ നീ മുട്ടീന്നോ തട്ടീന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അയ്യോ, അത് അങ്ങനെയല്ല, തെറ്റിപ്പോയതാ. മുട്ടിയപ്പോ ബാത്റൂമിൽ പോയി എന്നാണ് പറഞ്ഞത്, മാറിപ്പോയതാണ്. അല്ല, മുട്ടി കഴിഞ്ഞാൽ നിൽക്കാൻ പാടില്ല, അപ്പൊ കൊള്ളാം. ആ പോയിതേ, കുറച്ചു ദിവസം ഞാൻ ഒളിവിലായിരുന്നു. ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു, നീ ഒളിവിലായിരുന്നു. അതെ അതെ അതെ. അതുപോട്ടെ, ശ്രീധരന് ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്? എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത വിഷയം ഇംഗ്ലീഷാണ്. അതെന്താണത്? പറഞ്ഞുതരാം. PUT എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ട്. CUT തട്ട്. എന്തുകൊണ്ടാണ് കുട്ടാവത്തെ? എന്തുകൊണ്ട് കുട്ടയില്ല? അത് റോങ് സ്പെല്ലിംഗ് എന്താ? WRONG. RONG പോരെ? W അവിടെ സൈലന്റ് ആണ്. ശ്രീധര, നമ്മളൊരു റീയൂണിയനാണ്. എന്ത് യൂണിയൻ? എടാ, ദേഷ്യപ്പെടില്ലടാ. നിനക്ക് ആൽഫബറ്റ്സ് അറിയോ? ആൽഫബറ്റ് എന്ന് പറയാൻ പാടില്ല. അവളുടെ രേഷ്മ പറ്റു 28 വിളിച്ചിട്ടുണ്ടായിരുന്നു. മാഷത് എന്താ മാഷത്? എന്താടാ പറയണ്ടേ പറയാനുള്ളത്? നീ ഒന്നും മിണ്ടാതിരിക്കുക കുറച്ചു നേരത്തേക്ക്. ഷവർമ മാഷേ. ഷവർമേലടാ, അൽഫാം. അൽഫാം മാഷേ. കുഴിമന്തി. ശർമ്മ മാഷോട് സംശയം ചോദിച്ചോട്ടെ? ചോദിക്ക്. ഞാനിപ്പോ ഈ മുതിർന്ന് വലിയ ആളായല്ലോ, അപ്പൊ ഞാൻ ഈ സ്കൂൾ പരിസരത്ത് പുക വലിച്ചാൽ പിഴയാണോ? നീ വലിച്ചാലും ഇല്ലെങ്കിലും പിഴയാണ്. എല്ലാവരും പറയാറുണ്ട് അങ്ങനെ. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക്, ഇങ്ങനെ കൂടിച്ചേർന്ന് നടന്ന സ്ഥിതിക്ക്, ഞാനും മാധുരിയും പിന്നെ നമ്മളെ കൂടെ പഠിച്ച ഗൾഫിലുള്ള സുഹൃത്തുക്കളൊക്കെ കൂടി മാഷിനൊരു ചെറിയ ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഗിഫ്റ്റോ? അതെ അതെ അതെ. എന്ത് ഗിഫ്റ്റ്? പൈസ. എത്ര കാശ്? 3 ലക്ഷം രൂപ. ഒന്നുമില്ല, ഒരു എക്കിള അങ്ങോട്ട് പോയതാ. അപ്പോ പോയിക്കോട്ടെ, അത് ഞാൻ തരാം. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിച്ച് നമ്മളെ പഠിപ്പിച്ച മാഷക്ക് സന്തോഷം കണ്ട് കണ്ണ്. മാഷേ അനുഗ്രഹിക്കണം. നമ്മളെ വക ഒരു ഗിഫ്റ്റ്. ഇത് സ്വീകരിച്ചാലും വേണ്ടിയിരുന്നില്ല. എന്നാ പിന്നെ വേണ്ട. ഞാനൊരു അലങ്കാരികമായിട്ട് ഓക്കെ. സന്തോഷമായല്ലോ. സന്തോഷം. ഓക്കെ ഓക്കെ. ആ പഴയ ഓർമ്മകളിലേക്കാണ് വീണ്ടും പോകുന്നത്. ആഹാ, എനിക്ക് ആ ക്ലാസ് റൂമൊക്കെയാണ് നിങ്ങളെയൊക്കെ കാണുമ്പോ ഓർമ്മ വരുന്നത്. എന്നാ പെട്ടെന്ന് ഞാൻ പണ്ട് പഠിപ്പിച്ച മലയാള പദ്യം ആർക്കെങ്കിലും അറിയാമോ? എനിക്കറിയാം മാഷേ, ഞാൻ പാടാം. മാധുരി ഒന്ന് പാടും. കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണ്, ഇടുക്കി. അഞ്ചാമനോമന കുഞ്ചുവാണ്. കൊള്ളാം. പഞ്ചാരടിച്ചു നടന്നു കുഞ്ചു. എങ്ങനെ? പഞ്ചാരടിച്ചു നടന്നു കുഞ്ചു. അയ്യോ മാഷെ, ഞാനിപ്പോ ആ പഴയ കൊച്ചുകുട്ടിയല്ല, വലിയ പെണ്ണായി. പണ്ടും അങ്ങനെ തന്നെയാണ്. പെണ്ണുങ്ങളെ ചന്തിക്കും വെച്ചു ഞങ്ങളെ വടിക്ക് പഠിക്കുകയും ചെയ്യും. ആയുസ് ഒടുങ്ങിയാലും ആർത്തി മാറില്ലല്ലേ? തിരക്കുണ്ട്. ഞാൻ ഒരു പടത്തിന്റെ വർക്കിലാണ്. ഏത് പടം? പ്രിയദർശന്റെ പടം. അയ്യോ, അതിലേക്കാണോ? പ്രിയദർശന്റെ നമ്പർ ഒന്ന് നാളെ ഒരു ആശംസാ വീഡിയോന് വേണ്ടി. ആശംസ. ഞാനേ ആ പടം, പ്രിയദർശന്റെ പടം പകുതി കഴിഞ്ഞിരിക്കുകയാണ്. അതെ, ബാക്കി കൂടി കഴിഞ്ഞാൽ പുറത്തിറക്കാം. അയ്യോ, ബാക്കി പടം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രിയദർശൻ സാറിന്റെ സിനിമ കാണാലോ. നിങ്ങളൊക്കെ എന്റെ സുഹൃത്തുക്കളായ സ്ഥിതിക്ക് ആ പകുതി തീർന്ന ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ കാണാൻ പറ്റുമോ? നിങ്ങളുടെ എല്ലാരും സാക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മോഡിഫൈ ചെയ്ത് ഭംഗിയാക്കാലോ. തീർച്ചയായിട്ടും. എന്നാ പിന്നെ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യും. എന്തെങ്കിലും കറപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളൊന്നും പാഴായി പോയിട്ടില്ല. പക്ഷേ നിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ തൃപ്തനല്ല. പക്ഷെ ശവത്തെ കുത്തല്ലേ? ഇതാണ് പകുതി തീർന്ന പ്രിയദർശൻ സാറിന്റെ പടം. നീ പടത്തിന്റെ കാര്യല്ലേ പറഞ്ഞത്? അതേ പടത്തിന്റെ കാര്യം. അല്ല, നീ ഫിലിം ഫീൽഡാണെന്ന് പറഞ്ഞു. ആ ഫിലിം ഫീൽഡ് ആണ്. കാരണൊക്കെ സൺ ഫിലിം ഒട്ടിക്കൂലേ, അതിന്റെ പരിപാടിയല്ല എനിക്ക്. ആ ഫിലിം ഫീൽഡിലാണ് സാറേ വർക്ക് ചെയ്തത് ഞാൻ. ഇനി അടുത്ത് വേറെ ആരെങ്കിലും പടം ഉണ്ടോ? പിന്നെ ഈ ജോഷി സാറിന്റെ ഒരു പടമുണ്ട്, പക്ഷെ അത് തീരെ ഇത്തിരി വൈകും. എന്താ?
താടി ഉണ്ട് ഇങ്ങനെ കുറ്റിത്താടി ഭയങ്കര പണിയാ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളത് 6:00 ആക്കാൻ പോണെന്ന്. എടാ ഇന്ന് നീ പോകണ്ട. അല്ല നീ ഇവിടെ കുറച്ച് ഇനി സ്നേഹവിരുന്നും പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോയാൽ മതി. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ഇവന്റെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു സങ്കടമുള്ളൂ, ഞാൻ തൃപ്തനല്ലെന്ന്. അപ്പോ നിങ്ങൾ എനിക്ക് തന്ന ഈ 3 ലക്ഷം രൂപയെന്ന് ഒരു 1.5 ലക്ഷം രൂപ ഞാൻ അവന് കൊടുക്കാൻ പോകും. വെരി ഗുഡ്, അടിപൊളി. നീ ഒരു മുറുക്കാൻ കടയെ പെട്ടിക്കട തുടങ്ങി നീ ജീവിച്ചോളൂ. ഇനി നീ കളവ് എന്ന് പറഞ്ഞ പരിപാടിക്ക് പോകാൻ പാടില്ല. എന്റെ പൊന്നു പക്ഷേ എനിക്ക് കണ്ടവന്റെ നക്കാപ്പിച്ച വേണ്ട. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എന്റെ കയ്യിലുണ്ട്. എനിക്ക് 10 പൈസ നിങ്ങളുടെ വേണ്ട. അങ്ങനെ പറയരുത്. എനിക്ക് വേണ്ട. ഞാൻ തരുന്ന കാശ് നീ എനിക്ക് വേണ്ട മാഷി. എനിക്ക് വേണ്ട കാശ് വേണ്ട മാഷി. എനിക്ക് വേണ്ടെന്ന്. ഞാൻ അധ്വാനിച്ച പൈസ എന്റെ കയ്യിലുണ്ട്. അല്ലെന്താ ഇതിനകത്തിട്ട പൈസ കാണുന്നില്ല. മാഷ അതിലാണല്ലോ വെച്ചിരുന്നത്. അയ്യോ, ഇതിന്റെ അടിയിലാരോ ബ്ലേഡ് വെച്ച് കീറിയിട്ടുണ്ടല്ലോ മാഷേ. മാഷിനോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എന്റെ കയ്യിലുണ്ട്. ഞാനിവിടെ നീ അവിടെ നിൽക്കരുതല്ലേ. ഈ ഇത്രയും ഡിസ്റ്റൻസ് ഈ സമയത്തിനിടക്ക് നീ ഇതെങ്ങനെ ഒപ്പിച്ചടാ? മാഷ് പറഞ്ഞില്ലേ ഞാൻ പാഴായി പോയെന്ന്. ഞാൻ പാഴായി പോയിട്ടില്ല. ഈ കേസിൽ ഞാൻ അഗ്രകണ്യനാണ്. അഗ്രകണ്യൻ. എന്റെ ശ്രീധര